കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ അടുത്തുണ്ടായിരുന്ന ഒരു കുളത്തിൽ ഒരു കൊക്കും ജീവിച്ചിരുന്നു. ഇവര് രണ്ടുപേർക്കുമിടയിൽ സൗഹൃദമുണ്ടായി. രണ്ടുപേരും ദിവസവും അന്നുണ്ടായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനോട് തന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരാൻ പറഞ്ഞു. കൊക്കും വളരെ സന്തോഷത്തോടെ ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞതനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കൊക്കും കുറുക്കന്റെ ഗുഹയിലേക്ക് എത്തി. നല്ല അടിപൊളി മണമുണ്ടായിരുന്ന ഒരു പായസം കൊക്കിന്റെ മുമ്പിലേക്ക് കുറുക്കൻ കൊണ്ടുവന്ന് വെച്ചു. നല്ല മണമുണ്ടായിരുന്ന ആ പായസം കണ്ട് ഇതെങ്ങനെയാ കുടിക്കുന്നതെന്നറിയാതെ തന്റെ നീളമുള്ള കൊക്കുപയോഗിച്ച് ആ പായത്രത്തിൽ കൊത്തി കൊത്തി പായസം എങ്ങനെയാ കുടിക്കേണ്ടതെന്ന് ആലോചിച്ചു. തന്റെ കൊക്ക് കാരണം ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കൊക്കിൽ കിട്ടിയ പായസം അതിന്റെ വായിലേക്ക് എത്തിയതുമില്ല. അയ്യോ പാവം, നിനക്ക് ഈ പായസം കുടിക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ കുടിക്കുന്നത് കണ്ടോ എന്നും പറഞ്ഞ് കുറുക്കൻ തന്റെ പാത്രത്തിലുണ്ടായിരുന്ന പായസം മുഴുവൻ വേഗം കുടിച്ചു. കൊക്ക് അപമാനിതനായി വളരെ വിഷമത്തോടെ വിശപ്പ് സഹിക്കവയ്യാതെ പറന്നുപോയി. സംഭവിച്ചതൊക്കെ ഓർത്ത് വിഷമിച്ച് ദേഷ്യത്തോടെ തന്റെ കുളത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞുപോയി. അതിനുശേഷം ഒരു ദിവസം കൊക്ക് കുറുക്കന്റെ അടുത്ത് വന്ന് കുറുക്കനോട് പറഞ്ഞു, വിക്രമ, നീ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരണം എന്ന് സ്നേഹത്തോടെ വിളിച്ചു. കുറുക്കനും വളരെ സന്തോഷത്തോടെ കൊക്കിന്റെ വീട്ടിലേക്ക് വിരുന്നുണ്ണാൻ പോയി. കുറുക്കനെ അവിടെ ഇരുത്തി കുറുക്കന്റെ അടുത്ത് ഒരു മുക്കാലിയിൽ ഒരു ചെറിയ കുടം വെച്ച് ആ കുടം നിറച്ച് അടിപൊളി മീൻകറി ഉണ്ടാക്കി വെച്ചിരുന്നു ആ കൊക്ക്. മീൻകറിയുടെ മണം കണ്ടപ്പോൾ കുറുക്കന്റെ നാവിലൂടെ വെള്ളം വരാൻ തുടങ്ങി. കുറുക്കന് കൊതി അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കുടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയ കുറുക്കൻ മീൻകറി എങ്ങനെ കഴിക്കുമെന്നോർത്തു. എങ്ങനെയെങ്കിലും മീൻകറി തിന്നേ പറ്റൂന്നോർത്ത് വല്ലാതെ പ്രയത്നിച്ചു കുറുക്കൻ. പക്ഷെ എത്ര പ്രയത്നിച്ചിട്ടും മീൻകറിയുടെ ഒരു തുള്ളി പോലും കുറുക്കന് കിട്ടിയില്ല. തന്റെ മൂക്ക് ആ കുടത്തിന്റെ ഉള്ളിലേക്ക് കടന്നതേയില്ല. എന്റെ പ്രിയ മിത്രമേ, നിനക്ക് ഈ മീൻകറി കഴിക്കാൻ സാധിക്കുന്നില്ലേ? ദേ കണ്ടോ, ഞാൻ എങ്ങനെയാ കഴിക്കുന്നേന്ന് കാണാം എന്നും പറഞ്ഞ് കുടത്തിലുണ്ടായിരുന്ന രുചിയേറിയ മീൻകറി മുഴുവനും ആസ്വദിച്ചു കഴിച്ചു. ഞൊടിയിടയിൽ മുഴുവനും തീർത്തു. അപ്പോ വളരെ ദേഷ്യത്തോടെ കുറുക്കൻ പറഞ്ഞു, മിത്രമേ, ഇത് ചതിയാണ്. ഞാൻ വല്ലാതെ വിശപ്പോടെയാണ് ഇങ്ങോട്ട് വന്നത്. എന്റെ മുൻപിൽ ഇത്രയും ചെറിയൊരു കുടം വെച്ചാൽ എനിക്കെങ്ങനെയാണ് കഴിക്കാൻ സാധിക്കുക? നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതിനു കൊക്ക്, മിത്രമേ, ഇത് നീ എന്നെ പഠിപ്പിച്ച വിദ്യയാണ്. ഇതിനു മുൻപൊരിക്കൽ നീ എന്നെ നിന്റെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ച് നീ എന്നെ അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് കുറുക്കനെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. കുറുക്കൻ ഒന്നും മിണ്ടാതെ തനിക്ക് അർഹിക്കുന്നത് തന്നെയാണ് കിട്ടിയതെന്നോർത്ത് വിശന്ന് വലഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. താൻ ഒരാളെ അപമാനിച്ചാൽ തന്നെയും ഒരിക്കൽ ഒരാൾ അപമാനിക്കുമെന്നുള്ളതാണ് ഈ കഥയുടെ സാരം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ?